ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സറ്റ്നിയും സറ്റ്നിയുടെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ സറ്റ്നിയ ഓർ സറ്റ്നിയ കെ ഭേദ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സറ്റ്നിയ എന്താണെന്ന് നോക്കാം. സറ്റ്നിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ എന്ന് പറയും. അപ്പോൾ നൗൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നെയിം ഓഫ് എ പ്ലേസ്, തിങ്സ് ഓർ എ പേഴ്സൺ. സോ അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും ഈ നൗണിൻ്റെ ഉപയോഗം. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ നൗൺ എന്ന വാക്കിന് പറയുന്നതാണ് സറ്റ്നിയ. അപ്പോൾ സറ്റ്നിയ എന്നാൽ सज्ञा उस विकारी शब्द को कहते हैं जिसे किसी व्यक्ति, वस्तु, സ്ഥാൻ യാ ഗുണ കാ ബോധ് ഹോത്താ ഹെ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തിനെ കുറിച്ചോ പറയുന്നതിനെയാണ് നമ്മൾ സജ്ഞ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, അതായത് റാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ണൂർന്നോ ഇടുക്കിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാണ് സറ്റ്ന. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സറ്റ്നയുടെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ മെയിൻലി സറ്റ്നയ്ക്ക് 3 ടൈപ്പാണുള്ളത്. അപ്പോൾ ആദ്യത്തേത് വ്യക്തിവാചക് സറ്റ്നയാണ്, രണ്ടാമത്തേത് ഭാവവാചക്, മൂന്നാമത്തേത് ജാതിവാചക്. ഈ 3 ടൈപ്പ് കൂടാതെ സറ്റ്നയ്ക്ക് വേറെ 2 ടൈപ്സ് കൂടിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു 3 ടൈപ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യക്തിവാചക് സറ്റ്നയെ കുറിച്ചാണ്. വ്യക്തിവാചക് സറ്റ്ന എന്നത് ജിസ് सज्ञा के द्वारा किसी व्यक्ति, स्थान या वस्तु का बोध होता है उसे വ്യക്തിവാചക് സറ്റ്ന कहते हैं. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നാം സറ്റ്നയും വ്യക്തിവാചക് സറ്റ്നയും സെയിം ആണെന്ന്. ഇത് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ഒരു വേർഡ് ഈ ഒരു വ്യക്തിവാചക് സറ്റ്നയിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, സ്ഥാൻ അല്ലെങ്കിൽ വസ്തുവിനെ പറ്റി പറയുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ വ്യക്തിവാചക് സറ്റ്ന എന്ന് പറയുന്നത്. പക്ഷേ സറ്റ്നയുടെ കേസിൽ നമ്മൾ വ്യക്തി, സ്ഥാൻ, വസ്തു കൂടാതെ അവിടെ ഗുണത്തിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യക്തിവാചക് സറ്റ്നയിൽ നമ്മൾ ഗുണത്തിനെ പറ്റി പറയുന്നില്ല, ഓൺലി 3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നതിനെയാണ് നമ്മൾ വ്യക്തിവാചക് സറ്റ്ന എന്ന് പറയുന്നത്. അതായത് വ്യക്തി, സ്ഥാൻ, വസ്തു, ഈ 3 കാര്യങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ വ്യക്തിവാചക് സറ്റ്ന എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്കൊരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര്, അതായത് ഇപ്പോൾ രാം അല്ലെങ്കിൽ ജയ്സൽമേർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ എഴുതാം, നിങ്ങളുടെ പേരും എഴുതാം, അല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ പേരും എഴുതിയാലും മതി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടൈപ്പായ ഭാവവാചക് സറ്റ്നയെക്കുറിച്ചാണ്. भाववाचक सज्ञा डेफिनेशन इതാണ് जिस सज्ञा के द्वारा किसी पदार्थ की अवस्था और गुण का बोध होता है उसे भाववाचक सज्ञा कहते हैं. അപ്പോൾ ഈ ഒരു ഹെഡിങ് തന്നെ അല്ലെങ്കിൽ ഭാവവാചക് സറ്റ്ന എന്ന പേരിൽ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെയോ, അതിൻ്റെ ആ ഒരു ഭാവം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പദാർത്ഥത്തിൻ്റെ അതിൻ്റെ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെയോ സൂചിപ്പിക്കുന്നതാണ് ഭാവവാചക് സറ്റ്ന. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് സുന്ദർ, ബുഢാപ്പ, ഖുഷി, മനുഷ്യത എന്നൊക്കെ എഴുതാവുന്നതാണ്. അതായത് നമുക്ക് ഒരു ഹ്യൂമണിന് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ അവസ്ഥ, അവരിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നതെങ്കിൽ അവർ ഹാപ്പി ആണെന്ന് പറയും, അതാണ് ഖുഷി എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പോൾ ഒരു പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ സുന്ദർ എന്ന് പറയും. അപ്പോൾ ആ ഒരു അതിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭാവവാചക് സറ്റ്ന എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റിലത്തെ ടൈപ്പ് സറ്റ്ന ജാതിവാചക് സറ്റ്നയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സറ്റ്നയുടെയും ഡെഫിനിഷൻ നമുക്കിതിൻ്റെ പേരിൽ നിന്ന് തന്നെ എഴുതാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. जिस सज्ञा के द्वारा किसी जाति की समस्त प्राणियों का बोध होता है उसे जातिवाचक सज्ञा कहते हैं. അതായത് ഏതെങ്കിലും ഒരു ജാതിയിൽ അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ട മുഴുവൻ ജീവജാലങ്ങളെയും നമ്മൾ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ അവരെ സൂചിപ്പിക്കുന്നതിനെയാണ് ജാതിവാചക് സജ്ഞ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്പീഷീസോ അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ജീവജാലങ്ങളെയോ അല്ലെങ്കിൽ പ്രാണിയോ, അതാണ് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രാണിയോ കാ ബോധ് ഹോത്താ ഹെ ഉസെ
जातिवाचक संज्ञा कहते हैं. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മനുഷ്യ, പഹാഡ്, നദി, പുസ്തക് എന്നിവയാണ്. ഇപ്പോൾ നമ്മുടെ ഗംഗാ നദി, യമുന നദി, അങ്ങനെ ഒരുപാട് നദികളുണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഈ ഗംഗാ നദി, യമുന നദീനെയൊക്കെ നമ്മൾ കൂട്ടത്തോടെ പറയുന്നത് നദികൾ എന്നാണ്. അപ്പോൾ ആ നദി എന്ന വാക്ക് ജാതിവാചക് സംജ്ഞയുടെ ഉദാഹരണമാണ്. കൂടാതെ ഇപ്പോൾ ഹിന്ദിയുടെ പുസ്തകം, ഇംഗ്ലീഷിൻ്റെ പുസ്തകമുണ്ട്, മലയാളത്തിൻ്റെ പുസ്തകമുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കൂട്ടത്തോടെ പറയുന്നത് പുസ്തകം എന്നാണ്. അപ്പോൾ ആ പുസ്തകം എന്ന വാക്ക് ജാതിവാചക് സംജ്ഞയുടെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 3 ടൈപ്പ് സംജ്ഞകളെക്കുറിച്ചും പിന്നെ സംജ്ഞ എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലൊന്നും പെടാത്ത 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് संज्ञയെക്കുറിച്ചാണ്. അതായത് उपयुक्त संज्ञाओं के अतिरिक्त 2 अन्य प्रकार की संज्ञाएं भी हैं. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി 2 അതർ ടൈപ്സ് ഓഫ് സംജ്ഞയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് സമുദായവാചക് സംജ്ഞയാണ്, രണ്ടാമത്തേത് ദ്രവ്യവാചക് സംജ്ഞയാണ്. ഈ 2 സംജ്ഞയുടെ ഡെഫിനിഷനും നമുക്കിതിൻ്റെ പേരിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. സമുദായവാചക് സംജ്ഞയിൽ പറഞ്ഞിരിക്കുന്നത് जिससे प्राणियों अथवा पदार्थों के समुदाय का बोध होता है उसे समुदायवाचक संज्ञा कहते हैं. അതായത് ഏതെങ്കിലും ഒരു പ്രാണിയുടേതോ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെയോ അവരുടെ സമുദായത്തിനെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ സമുദായവാചക് സംജ്ഞ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭീഡ് അല്ലെങ്കിൽ സംഘ്. അപ്പോൾ ഒരു മനുഷ്യരുടെ കൂട്ടം എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ കൂട്ടം എന്ന വാക്ക് സമുദായവാചക് സംജ്ഞയുടെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ കൂടി നിൽക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാനിൻ്റെ കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിശേഷിപ്പിക്കുന്നത് മാനിൻ്റെ എന്താണ് കൂട്ടം, കൂടി നിൽക്കുക അല്ലെങ്കിൽ അവരുടെ ഗ്യാതറിങ്, ആ ഒരു വാക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഈ സമുദായവാചക് സംജ്ഞ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പാണ് ദ്രവ്യവാചക് സംജ്ഞ. ഈ ദ്രവ്യവാചക് സംജ്ഞയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. जिससे किसी द्रव्य या पदार्थ का बोध होता है उसे द्रव्यवाचक संज्ञा कहते हैं. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അവരുടെ ഫസ്റ്റ് ആ പേരിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെയോ അല്ലെങ്കിൽ പദാർത്ഥത്തിനെ കുറിച്ചോ പറയുന്നതിനെയാണ് നമ്മൾ ദ്രവ്യവാചക് സംജ്ഞ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ട് എഴുതിയിരിക്കുന്നത് സോന, ചാന്തി, തേൽ എന്നിവയാണ്. അതായത് ഇവിടെ ദ്രവ്യം എന്ന് പറയുന്നത് മാറ്ററാണ്. സയൻസിൽ നമ്മൾ മാറ്റർ എന്ന് പറയും. പിന്നെ പദാർത്ഥം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ഏതൊരു വസ്തുവും ഈ ദ്രവ്യവാചക് സംജ്ഞയുടെ ഉദാഹരണമായിട്ട് എഴുതാവുന്നതാണ്. So if you enjoyed this video, click the like button and don't forget to subscribe my channel.